ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കേരളത്തിലേക്ക് പടിഞ്ഞാറുന്ന് തടിക്കപ്പൽ വഴി മനുഷ്യർ വന്നുകൊണ്ടിരുന്നു. ഒരു പ്രത്യേക സമയത്ത് കാറ്റ് കിഴക്കോട്ട് വീശുന്ന സമയത്ത് പായ കെട്ടി കടലിൽ കപ്പലിട്ട് കഴിഞ്ഞാൽ ഓച്ചിറ പടനിലത്ത് ഈ 12 വിളക്കിന്റെ അന്ന് കിഴക്കേ അറ്റത്ത് നിന്നാൽ വലിയ അധ്വാനം ഇല്ലാതെ അങ്ങ് പടിഞ്ഞാറ് എത്തുന്നത് പോലെ ഈ പടിഞ്ഞാറുന്ന ആളുകൾ കിഴക്കോട്ട് വന്നുകൊണ്ടിരുന്നു. അത്തരം യാത്രകളിലൂടെയാണ് മലയാളക്കര സമ്പന്നമാവുന്നത്. നമ്മൾ കപ്പ കഴിക്കുന്നുണ്ടെങ്കിൽ, കശുവണ്ടി കഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഷർട്ട് ഇടുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് കഴിക്കുന്ന പല ഭക്ഷണങ്ങളും വന്നത്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ഭാഷകളും വന്നത് ഈ പടിഞ്ഞാറൻ കടലിലൂടെയാണ്. നമ്മൾ മലയാളമാണെന്ന് കരുതി ഉപയോഗിക്കുന്ന പല വാക്കുകളും പോർട്ടുഗീസ് വാക്കാണ്, ഡച്ച് വാക്കാണ്, അറബ് വാക്കാണ്, പേർഷ്യൻ വാക്കാണ്. ഇതെല്ലാം ഈ കടലിലൂടെ വന്നതാണ്. നമ്മുടെ പല കലാരൂപങ്ങൾ ഈ കടൽ വഴി വന്നതാണ്. നമ്മുടെ ചവിട്ട് നാടകം, നമ്മുടെ കാക്കാരശി നാടകം, ഇതെല്ലാം ഈ കടലിലൂടെ വന്നതാണ്. നമ്മുടെ കശുവണ്ടി, നമ്മൾ അതിന് പണ്ട് പേര് പറഞ്ഞുകൊണ്ടിരുന്ന പറങ്കിയണ്ടി എന്നാ, പറങ്കികളാണ് കൊണ്ടുവന്നത്, പോർട്ടുഗീസുകാരാണ് കൊണ്ടുവന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജനാല നമ്മുടെ വാക്കല്ല, പോർച്ച് നമ്മുടെ വാക്കല്ല, വക്കീൽ നമ്മുടെ വാക്കല്ല. മലയാളത്തിലെ പരകീയ ഭാഷാ പദങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകം തന്നെ ഉണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 10-25 കൊല്ലം പ്രസിദ്ധീകരിച്ചതാ. അതിനകത്ത് ഈ വാക്കുകളെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കടന്നു വന്നത് അങ്ങനെയാണ്. നമ്മുടെ പല കലാരൂപങ്ങളും അങ്ങനെയാണ് കടന്നു വന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ തനത് കലയെന്ന് പറയുന്നതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കഥകളി. അതിലെ പെൺവേഷം കണ്ടിട്ടില്ലേ? അതിൽ മിനുക്ക് വേഷം എന്നാ പറയുന്നത്. അതിന്റെ തലയിലിരിക്കുന്ന കൊണ്ട അത് കേരളീയരുടെ വേഷത്തിൽ നിന്ന് എടുത്തതല്ല, അത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമായ വേഷത്തിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ സംസ്കാരത്തിലെ